നമസ്കാരം. ലീഡർ ശ്രീ കെ കരുണാകരൻ കെ നായർ MLA-ക്ക് വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഈ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന സമയത്ത് ലീഡറുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലും UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൽ ഉറച്ച് രൂപീകരിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും ഇപ്പോൾ LDF-ന്റെ കൈവശമാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലം, മൊത്തം 5 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. UDF-ന്റെ ഇപ്രാവശ്യത്തെ അവകാശവാദം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും തങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ വസ്തുതകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് 2021 നടന്ന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റാന്നി നിയോജക മണ്ഡലത്തിൽ പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് M-ന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. 52,669 വോട്ടുകൾ നേടി 1285 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. ഈ 1285 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ ഒരു ഭൂരിപക്ഷമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ നിലവിലത്തെ സ്ഥിതിയിൽ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് 51,911 വോട്ടും LDF-ന് 40,987 വോട്ടും BJP-ക്ക് 24,085 വോട്ടും ലഭിക്കുമ്പോൾ 10,927 വോട്ടിന്റെ മേൽക്കൈയാണ് റാന്നിയിൽ UDF-ന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. UDF ആഞ്ഞു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ കഴിഞ്ഞ കുറേ ടേമുകളായിട്ട് രാജു എബ്രാഹിം, അതിനുശേഷം പ്രമോദ് നാരായണൻ, അപ്പോൾ അത് LDF-ന്റെ കൈവശം ഇരിക്കുന്ന സീറ്റാണ്. അത് കൂടാതെ തന്നെ പ്രമോദ് നാരായണന് അവിടെയുള്ള ഒരു ജനസമ്മതി അത് നമ്മൾ കാണാതെ പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ 10,927 വോട്ട് എന്ന് പറയുന്നത് എത്രത്തോളം UDF-ന് സപ്പോർട്ടിംഗ് ഫാക്ട് ആകും എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കനത്ത ഒരു മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കും റാന്നി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള കോൺഗ്രസുകൾക്ക് വളരെ വലിയ രീതിയിൽ എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും വേരോട്ടമുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് റാന്നി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ നമ്മൾ നേരെ വരുന്നത് ആറന്മുളയിലേക്കാണ്, വീണ ജോർജ് മണ്ഡലത്തിലേക്കാണ്. ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2ാം ടൈമിൽ അവർ വിജയിച്ചു കയറുന്നത് 74,950 വോട്ടുകൾ നേടി 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമതി വീണ ജോർജ് വിജയിച്ചു കയറിയത്. അവിടെ നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്ക് വരുന്ന സമയത്ത് 65,293 വോട്ടുകൾ UDF-നും 51,721 വോട്ടുകൾ LDF-നും 32,393 വോട്ടുകൾ BJP-ക്കും. അവിടെ UDF-ന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 13,572 ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ ജോർജ് അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 13,572 വോട്ടുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഒരു വലിയ മേൽക്കൈയായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം സഭാ വോട്ടുകൾ ആറന്മുളയിൽ വീണ ജോർജിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ അവിടെ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഈ പാർട്ടിക്കകത്ത് തന്നെ വീണ ജോർജിനോട് ചില എതിർപ്പുകൾ ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ആറന്മുളയിലും കനത്ത മത്സരം നടക്കും. ഒടുവിൽ അവിടെ വീണ ജോർജ് തന്നെ വിജയിച്ച് കയറാനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ നേരെ അടൂരിലേക്ക് വരുന്ന സമയത്ത് ചിറ്റയം ഗോപകുമാർ 66,569 വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ചിറ്റയം ഗോപകുമാർ നേടിയത്. 2,919 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 2,919 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം LDF-നുണ്ടായിരിക്കുന്ന സമയത്ത് ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 57,859 വോട്ടുകൾ UDF-നും 57,241 വോട്ടുകൾ LDF-നും 31,749 വോട്ടുകൾ BJP-ക്കും ലഭിച്ചൊരു സ്ഥലമാണ് അടൂർ എന്ന് പറയുന്നത്. അവിടെ 618 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടുള്ളത് UDF-നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടൂര് 618 വോട്ട് UDF ലീഡ് പിടിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചിരുന്ന കണ്ണനാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അടൂര് ആരാണോ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്, ആ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും അടൂർ നിയോജക മണ്ഡലത്തിന്റെ വിജയപരാജയങ്ങൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ചിറ്റയം ഗോപകുമാർ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്.
ഏതൊക്കെയാലും ഒരു കനത്ത മത്സരത്തിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊരു LDF ചായ്വുള്ള ഒരു റിസർവേഷൻ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് LDF തന്നെ നിലനിർത്താനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത്. എങ്കിൽ തന്നെയും ശക്തമായ ഒരു മത്സരത്തിലൂടെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള സാധ്യതകളും ഉള്ള UDF ഒരു സാധ്യതയും ഉള്ള ഒരു മണ്ഡലമാണ് അടൂർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരെ തിരുവല്ലയിലേക്ക് വരുന്ന സമയത്ത് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ജനതാദൾ സെക്യുലറിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. 62,178 വോട്ടുകളാണ് 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. 11,421 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 57,226 വോട്ടുകളാണ് UDF നേടാൻ വേണ്ടി സാധിച്ചത്. 50,501 വോട്ടുകളാണ് LDF നേടാൻ വേണ്ടി സാധിച്ചത്. 27,804 വോട്ടുകളാണ് BJP നേടാൻ വേണ്ടി സാധിച്ചത്. 6,725 വോട്ടിന്റെ ഒരു മേൽക്കൈ തിരുവല്ലയിൽ ഇത്തവണ UDF ഇത്തവണയും മാത്യു ടി തോമസ് തന്നെ തിരുവല്ലയിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം തിരുവല്ലയിൽ തന്നെ മത്സരിക്കുന്ന സമയത്ത് സഭയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകൾ, അതുകൂടാതെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ അവിടെ ഉണ്ട്. എങ്കിൽ തന്നെയും ഇപ്രാവശ്യം അവിടെ മത്സരിക്കുക കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് കഴിഞ്ഞ പ്രാവശ്യം UDF സീറ്റ് നൽകിയിരുന്നത്. ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫിന്റെ കൈവശം നിന്ന് ആ സീറ്റ് തിരിച്ച് ഏറ്റെടുക്കണം എന്നുള്ള ഒരു വികാരം മൊത്തത്തിലുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കിടയിലുമുണ്ട്. ഒരുപക്ഷെ അത് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു യുവജന നേതാവ് അവിടെ നിന്ന് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ തിരുവല്ല ഒരുപക്ഷെ LDF കൈവശം നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തന്നെ ആ സീറ്റ് നിലനിർത്തുകയും കേരള കോൺഗ്രസ് ജോസഫും JDS തമ്മിലാണ് ഒരു മത്സരം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്യു ടി തോമസിന് തന്നെയായിരിക്കും വിജയം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. മറിച്ച് കൈപ്പത്തി ചിഹ്നവും JDSുമായിട്ടാണ് മത്സരം നടക്കുന്നതെങ്കിൽ ആ സീറ്റ് ഉറപ്പായും UDF സ്വന്തമാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ നമ്മൾ കോന്നിയിലേക്ക് വരുന്ന സമയത്ത് കോന്നിയിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ CPMന്റെ സ്ഥാനാർത്ഥിയാണ്. 62,318 വോട്ടുകൾ നേടി 8,508 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ ജനീഷ് കുമാർ വിജയിച്ചത്. ജനീഷ് കുമാർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോന്നിയിൽ കളം പിടിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ജനീഷ് കുമാറിനെ കോന്നിയിൽ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇനിയിപ്പോൾ ജനീഷ് കുമാറിന് എതിരായിട്ട് അടൂർ പ്രകാശ് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനീഷ് കുമാറും അടൂർ പ്രകാശും തമ്മിലുള്ള ഒരു മത്സരം വളരെ കനത്ത മത്സരമായിരിക്കും. ആ മത്സരത്തിൽ അന്തിമ ഫലം എന്ന് പറയുന്നത് ആർക്കെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഒരു മുൻതൂക്കം ഉണ്ടാവുക അത് അടൂർ പ്രകാശിന് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അടൂർ പ്രകാശ് MLA ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില പോക്കറ്റുകൾ, അത് BJPയുടെ പക്ഷത്ത് നിൽക്കുന്നതായിക്കോട്ടെ LDFന്റെ പക്ഷത്ത് നിൽക്കുന്ന ആയിക്കൊള്ളട്ടെ, ആ ചില പോക്കറ്റുകളിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു വോട്ട് ബേസ് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കോന്നിയിൽ ജനീഷ് കുമാർ അടൂർ പ്രകാശ് മത്സരം വരികയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവത്തുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോന്നിയിൽ UDF ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 52,673 വോട്ടുകളും LDF 52,349 വോട്ടുകളും BJPക്ക് 25,931 വോട്ടുകളും അങ്ങനെ വരുന്ന സമയത്ത് 324 വോട്ടിന്റെ ഒരു മേൽക്കൈ UDF കോന്നിയിലുണ്ട്. പക്ഷേ ഈ 324ന്റെ മേൽക്കൈ എന്ന് പറയുന്നത് അത്ര വളരെ വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഈ പത്തനംതിട്ട ജില്ല നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് വർധനവ്. തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു വോട്ട് വർധനവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലും BJPക്ക് വളരെ കൃത്യമായ ഒരു വോട്ട് വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇരു മുന്നണികളും, അതായത് UDFും LDFും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ശബരിമല ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. ഈ പ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ശബരിമല. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇനി എങ്ങോട്ട് പോകുന്നു, മുമ്പോട്ട് എങ്ങനെയാണ് നീങ്ങുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും പത്തനംതിട്ട ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ജനവിധി വരുന്നത്. ഏതൊക്കെയാലും UDF അവകാശപ്പെടുന്നത് പോലെ 5ൽ 5 സീറ്റും നേടുമെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഏതൊക്കെയാലും ഒരു 5ൽ 2 സീറ്റിലേക്കൊക്കെ UDF എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ അത് സ്ഥാനാർത്ഥികൾക്ക് മുകളിൽ ഇതൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും എന്ന് UDFനെയും LDFനെയും അതോടൊപ്പം തന്നെ NDAയും ഓർമ്മിപ്പിക്കുന്നു. കാരണം ആറന്മുളയിൽ ഒരുപക്ഷെ അനൂപ് ആന്റണി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ അദ്ദേഹമൊക്കെ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കനത്ത മത്സരത്തിലേക്ക് തന്നെ ആറന്മുള പോകും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ഏതൊക്കെയായാലും പത്തനംതിട്ട ജില്ലയുടെ ഒരു പൊതുവായ ഒരു അവസ്ഥ ഇതാണ്. വരും ദിവസങ്ങളിൽ നമുക്ക്
കൂടുതൽ പത്തനംതിട്ട ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലത്തേക്ക് കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. നാളെ നമുക്ക് ഏതൊക്കെയാലും കൊല്ലം ജില്ലയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.